Alhamdulillahi Rabbil Alameen. Salatu wassalamu ala Sayyidil Mursaleen wa ala alihi wa ashabihi ajma'in, amma ba'd. Allah subhanahu wa ta'ala അള്ളാഹുവിൻ്റെ അടിമകൾക്ക് നന്മകൾ നേടുന്നതിന് ധാരാളം വഴികൾ വച്ചിട്ടുണ്ട്. മനുഷ്യൻ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവൻ, നന്മയിലേക്ക് മുന്നേറുന്നവനായിരിക്കണം. മനുഷ്യൻ നന്മ ചെയ്യുന്നതിന് പ്രത്യേകമായ നിലയിൽ അവൻ തയ്യാറായി ഒരുങ്ങി അങ്ങനെ ചെയ്യേണ്ട നന്മകൾ മാത്രമല്ല അല്ലാഹു തആല വച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് നമസ്കാരം. ഒരു മനുഷ്യൻ നമസ്കരിക്കണമെങ്കിൽ അതിനുവേണ്ടി അവൻ്റെ സമയം ഒഴിവാക്കിയെടുക്കണം. പിന്നെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. വുളു ചെയ്യണം, ശരീരം ശുദ്ധിയാക്കണം, നമസ്കരിക്കാൻ പറ്റിയ സ്ഥലം കണ്ടെത്തണം. പിന്നെ അവൻ്റെ ശരീരം മറയ്ക്കുകയും വസ്ത്രം ധരിച്ച് ഔറത്തുകൾ മറച്ച് നമസ്കാരത്തിന് വേണ്ടി തയ്യാറായാൽ പിന്നെ നമസ്കാരത്തിലേക്ക് അവൻ തിരിയുകയും നമസ്കാരം തീരുന്നതുവരെ മറ്റ് യാതൊരു കാര്യങ്ങളിലും ബന്ധപ്പെടാതെ അവൻ നിന്ന് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യണം. നമസ്കാരത്തിന് വേണ്ടി അവൻ തയ്യാറാകണം, ഒരുങ്ങണം. ഇതൊരു ഇബാദത്താണ്, ഒരു നന്മയാണ്. ഇതേപോലെയുള്ള ഇബാദത്തുകൾക്കെല്ലാം മനുഷ്യൻ തയ്യാറാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ ഒരുങ്ങി ചെയ്യേണ്ടതല്ലാത്ത ധാരാളം നന്മകൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹം കൊണ്ട് നൽകിയിട്ടുണ്ട്. അഥവാ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹുവിൻ്റെ പൊരുത്തത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന രീതിയിൽ ആക്കി തീർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മനുഷ്യൻ അവൻ്റെ ഓരോ അനക്കവും അടക്കവും നന്മകളായിട്ട് മാറും. അവൻ നടക്കുന്നതും നന്മയായിരിക്കും, എടുക്കുന്നതും നന്മയായിരിക്കും, കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം നന്മയായിട്ട് മാറും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ വരുന്നു, ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ അള്ളാഹുവിന് പൊരുത്തമായ ഏതെങ്കിലും ചില വാക്കുകൾ പറയും. ആ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ എത്ര വലുതാണ് എന്ന് അവന് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഈ വാക്കുകൊണ്ടുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്താണെന്ന് അവൻ ചിന്തിക്കുകയുമില്ല. ഒന്നും ഓർക്കാതെ അവൻ പറയുന്നതായിരിക്കും. പക്ഷെ ആ ഒറ്റ വാക്കുകൊണ്ട് ചിലപ്പോൾ വലിയ കാര്യങ്ങൾ നടക്കും. ആ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം പ്രതിഫലങ്ങൾ അവൻ അല്ലാഹു തആല കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ വലിയ ദറജയിലേക്ക് അവനെ ആ വാക്ക് ചിലപ്പോൾ എത്തിച്ചേക്കാം. അങ്ങനത്തെ ചില വാക്കുകൾ മനുഷ്യൻ പറയാറുണ്ട്. അവൻ അറിയാതെ, അവൻ ചിന്തിക്കാതെ, ഇതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടാകുന്നതെന്ന്, അതിൻ്റെ പ്രതിഫലനങ്ങൾ എന്താണെന്ന് പോലും ചിന്തിക്കാതെ ഏതെങ്കിലും സമയത്ത് പറയുന്ന ഒരു വാക്കായിരിക്കും. പക്ഷെ അത് മുഖേന ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ മാത്രം നോക്കി അല്ലാഹു തആല അവന് പ്രതിഫലം കൊടുക്കും. അത് ചിലപ്പോൾ അവനെ സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിലേക്ക് ചിലപ്പോൾ എത്തിക്കും. രണ്ടാളുകൾ തമ്മിൽ പിണക്കത്തിൽ കഴിയുന്നു, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ ഏതെങ്കിലും കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നു. ഇങ്ങനത്തെ വഴക്കുണ്ടാക്കുന്ന സന്ദർഭത്തിൽ യാദൃച്ഛികമായി അവിടെ വന്നുപെട്ടവൻ ചിലപ്പോൾ ഇവർ എന്ത് കാര്യത്തിനാണ് ഇത്ര വലിയ വഴക്കുണ്ടാക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പോലും അവൻ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല.
പക്ഷേ രണ്ടുപേരും അവനറിയുന്ന ആളായതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു തമാശ വാക്ക് പറഞ്ഞു, തമാശ വാക്ക് പറഞ്ഞ് അവരെ ആ വഴക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ആ വഴക്കിൽ നിന്ന് അവർ ഒഴിവാവുകയും ചെയ്താൽ ചിലപ്പോൾ അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുണ്ടാകാവുന്ന പിണക്കങ്ങൾക്ക് പരിഹാരമായിരിക്കും. രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ ഉണ്ടാകാവുന്ന എന്തെങ്കിലും വലിയ പിണക്കത്തിൻ്റെ തുടക്കമായിരുന്നിരിക്കാം. അത് അവിടെ വെച്ച് തന്നെ അസ്തമിച്ചു പോകും. അപ്പൊ ഈ രണ്ട് വിഭാഗങ്ങളായ ആളുകൾ തിരിഞ്ഞ് അവർക്കിടയിൽ ഉണ്ടാകുന്ന വളരെ ദീർഘമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ആ പ്രശ്നത്തിന് പരിഹാരമായത് ഇവന്റെ ഈ ഒറ്റ ഒരു വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാക്കിന്റെ പേരിൽ ഇതുകൊണ്ട് എന്താണ് നേട്ടമുണ്ടാകുന്നത്, എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അവൻ പറയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഇത്ര വലിയ ദുരിതത്തിലേക്ക് ആ വഴക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുമുണ്ടാവുകയില്ല. ഇവൻ അതൊന്നും ചിന്തിച്ചായിരിക്കുകയില്ല പറയുന്നത്. പക്ഷെ അവർ തമ്മിൽ പിണങ്ങി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇവൻ അവൻ്റെ രീതിയിൽ എന്തോ അവരെടുക്കൽ പറഞ്ഞു. തമാശ രൂപത്തിലായിരിക്കാം, അവരോടുള്ള ബന്ധത്തിൻ്റെ പേരിലായിരിക്കാം, അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ അവർ ഉപയോഗിച്ച പദങ്ങളെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം. എന്തുമാകട്ടെ, അതോടുകൂടി അവരുടെ വഴക്ക് തീരുകയും അതിൻ്റെ പിന്നിൽ ഉണ്ടാകാവുന്ന മുഴുവൻ പ്രത്യാഘാതങ്ങളും ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ മനുഷ്യന് അവൻ അറിയാതെ തന്നെ അവനെ വലിയ പ്രതിഫലം നൽകുകയും ചിലപ്പോൾ സ്വർഗത്തിൻ്റെ ഉയർന്ന പദവിയിലേക്ക് അവനെ എത്തിക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം മനുഷ്യൻ നന്മ നേടുന്നതിന് അവൻ പ്രത്യേകിച്ച് ഒരുങ്ങുകയും തയ്യാറാകുകയും ഒന്നും ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ ഏതെങ്കിലും മനുഷ്യർക്ക് ഒരു അത്യാവശ്യം വന്നു, ചെറിയ അത്യാവശ്യമായിരിക്കാം, പക്ഷെ അവനത് പ്രയോജനപ്പെടുന്നത് വളരെ ഗുണമുള്ളതായിരിക്കാം. രാത്രി സമയത്ത് യാത്ര ചെയ്യുന്നു, പോകുന്ന വഴിയിൽ ഒരു മനുഷ്യൻ വാഹനവുമായിട്ട് വഴിയിൽ നിൽക്കുന്നു. യാതൊരു പരിചയവുമില്ല, ഇവനറിയുകയില്ല, ഇവനോട് ചോദിച്ചില്ല, ഇവനോട് പറഞ്ഞില്ല. പക്ഷെ അവിടെ ഇവൻ വാഹനം നിർത്തി എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചിലപ്പോൾ അന്വേഷിച്ചാൽ ആ മനുഷ്യൻ വന്ന വാഹനത്തിന് എന്തെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചതായിരിക്കും. എന്തെങ്കിലും ചെറിയ തകരാറ്, ചിലപ്പോൾ അതിൻ്റെ ലൈറ്റ് ഇല്ലാതെയായി പോയതായിരിക്കാം, അല്ലെങ്കിൽ എണ്ണ തീർന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലത്തെ ചെറിയ തകരാറ്. ഈ വന്ന മനുഷ്യൻ അവിടെ വാഹനം നിർത്തി ചോദിച്ചപ്പോൾ ആ കാര്യം അവൻ പറഞ്ഞു. ഇവൻ അറിയാമായിരുന്നു, ഇവൻ ആ കാര്യം ചെയ്തു കൊടുത്തു. ചിലപ്പം വളരെ നിസ്സാരമായതാണ്, ലൈറ്റിൻ്റെ ഒരു വയറ് എവിടെയെങ്കിലും ലൂസായി കിടന്നതായിരിക്കും. ഇവൻ നോക്കിയപ്പോൾ അത് മനസ്സിലായി. ഇവൻ അല്പം വെളിച്ചം കാണിച്ചു കൊടുത്ത് ആ വയറൊന്ന് ടൈറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതൊരു വലിയ കാര്യമായിട്ട് ആരും കണക്കാക്കാറില്ല, ഒരു ചെറിയ കാര്യം. പക്ഷേ ആ മനുഷ്യൻ അത് നടക്കാതിരുന്നാൽ അവിടെ നിന്ന് വിഷമിക്കുകയും രാത്രി അവൻ ഒറ്റപ്പെട്ടു പോവുകയും അവൻ്റെ വീട്ടിൽ എത്താൻ സാധിക്കാതെ വരികയും അവനെ കാണാതാകുമ്പോൾ അവൻ്റെ വീട്ടുകാർ പ്രയാസപ്പെടുകയും അവരെല്ലാം വിഷമിച്ചിരിക്കുകയും പിന്നെ എന്താണ് സംഭവം എന്നറിയാതെ, ആരെയാണ് ഇതിന് സഹായത്തിന് വിളിക്കേണ്ടത് എന്നറിയാതെ അവർ വിഷമിക്കുകയും എവിടെ നിന്നെങ്കിലും വാഹനം നന്നാക്കുന്ന ആളെ അവർ വിളിച്ചു വരുത്തി അന്വേഷിച്ചവരെ കൊണ്ടുവന്ന് വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഈ കാര്യം തീർക്കാൻ സാധിക്കുന്നത്. അത്രയും വലിയ ദുരിതങ്ങൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ പേരിൽ പിന്നീട് അവർക്ക് പല നിലയിലുള്ള നഷ്ടങ്ങളും ഉണ്ടാകാം. ഇതെല്ലാം ഒഴിവാകുന്നതിന് ഈ മനുഷ്യന്റെ ചെറിയ ഒരു സഹായം. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നവൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പേരിൽ അവനക്ക് നൽകുന്ന നന്മ അവൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നതായിരിക്കും. അവന് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഇതിൻ്റെ പേരിൽ നൽകുന്ന പ്രതിഫലം, അല്ലാഹു തആല അവനക്ക് കൊടുക്കുന്ന ദറജ, സ്ഥാനങ്ങൾ അവനക്ക് തന്നെ ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി. ഇങ്ങനെ മനുഷ്യന് നന്മ നേടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം വഴികൾ വെച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ നല്ല മനസ്സുള്ളവനായിരിക്കണം, നല്ല ചിന്തയുള്ളവനായിരിക്കണം. എന്നാൽ അവനക്ക് ഒരുപാട് നന്മകൾ നേടാൻ സാധിക്കും. സഹാബാക്കളായ മഹാന്മാർ ഇത്തരത്തിൽ ഒരുപാട് നന്മകൾ ശേഖരിച്ചവരാണ്.
സന്ദർഭത്തിനനുസരിച്ച് ഉയരുകയും സന്ദർഭത്തിനനുസരിച്ച് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരാണ്. അതിൽ വലിയ ചിന്തയോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്യുന്നവരല്ല സഹാബാക്കൾ. കാണുന്ന കാര്യം സാഹചര്യത്തിനനുസരിച്ച് അപ്പപ്പോ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നവരാണ്. ഇതാണ് സഹാബാക്കളുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർ ഉയർന്ന വലിയ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ സഹാബാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന നന്മയുടെ മാർഗങ്ങളാണ്. വിശുദ്ധ റമളാനിൽ ഇങ്ങനത്തെ ധാരാളം നന്മകൾ ചെയ്യാൻ ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കി അത് ചെയ്യുകയും അത് നേടാൻ അവൻ പരിശ്രമിക്കുകയും ചെയ്യണം. അവൻ്റെ ചിന്ത അതായിരിക്കണം. നല്ല ചിന്ത ഉള്ളവർക്കല്ലേ നല്ല കാര്യം ചെയ്യാൻ എപ്പോഴും ഓർമ്മ വരികയുള്ളൂ. അങ്ങനെ നല്ല ചിന്തയില്ലാത്തവർ എപ്പോഴും എന്തെങ്കിലുമെല്ലാം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അവരറിയാതെ തന്നെ ചെന്ന് പറ്റുപോകും. അവർക്ക് ആ നന്മ നേടാനും സാധിക്കുകയില്ല, മറിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ചില വഴികൾ മനുഷ്യന് ധാരാളമായ നിലയിൽ നൽകി. ഈ നന്മ പറയുന്നതിൻ്റെ മറുഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ചില ആളുകൾ അവരറിയാതെ തന്നെ ചില വാക്കുകൾ പറയും. പക്ഷേ അത് എത്ര ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ ചിന്തിക്കുക പോലുമില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആ ഒറ്റ വാക്ക് കാരണമായിട്ട് ചിലപ്പോൾ നരകത്തിന്റെ പടുകുഴിയിൽ ചെന്ന് അധപ്പതിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടുപേർ തമ്മിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരെ പിണക്കാൻ വേണ്ടി എന്തെങ്കിലും ചെറിയ ഒരു വാക്ക് പറഞ്ഞു, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞു, അവർ തമ്മിൽ അത് പിണങ്ങാനിടയായി. ചിലപ്പോൾ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങാനും അങ്ങനെ അല്ലെങ്കിൽ രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ പിണങ്ങാനും അതിൻ്റെ പേരിൽ ഒരുപാട് ഭിന്നിപ്പുകൾ ഉണ്ടാകാനും കാലങ്ങൾ അവർ തമ്മിൽ വളരെ ബന്ധത്തിൽ കഴിഞ്ഞുകൂടിയുന്നവർ അകന്നു പോകാനുമെല്ലാം കാരണമാകും. അവസാനം ആലോചിച്ച് നോക്കുമ്പോൾ ഇയാൾ പറഞ്ഞ ഈ ഒറ്റ ഒരു വാക്കായിരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പം അങ്ങനത്തെ വാക്കുകൾ പറയുന്ന ആളുകളെ അല്ലാഹു തആല അത് കാരണമായി നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് തള്ളിക്കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മനുഷ്യന് നന്മ നേടാനുള്ള വഴികൾ മനുഷ്യൻ കണ്ടെത്തുക, അല്ലാഹു തആല വച്ചിരിക്കുന്ന വഴികൾ നേരായ നിലയിൽ പ്രയോജനപ്പെടുത്തുക, ഇതെല്ലാം ഈ വിശുദ്ധ റമളാനിൽ മനുഷ്യൻ നേടിയെടുക്കേണ്ട ഗുണങ്ങളാണ്. അതാണ് റമളാനിൻ്റെ ബറക്കത്ത് എന്ന് പറഞ്ഞ് നമ്മളോട് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യം. ഇതൊക്കെ മനുഷ്യന് കിട്ടുന്ന അവസരങ്ങളാണ്. ഈ അവസരം ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അവസരങ്ങൾ ഉപയോഗിക്കാനും കൂടുതൽ നന്മ ചെയ്യാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.